പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി. ആദ്യം മുതൽ നമ്മുടെ മേൽ ദൈവകരുണയും മനോഗുണവും എന്നേക്കും ഉണ്ടായിരിക്കട്ടെ. ആമീൻ. ദൈവത്തിൻ്റെ പരിശുദ്ധമായ പൊന്നു തിരുനാമത്തിന് മഹത്വമുണ്ടാകട്ടെ. കർത്താവായ യേശുക്രിസ്തുവിൽ ഏറ്റവും വാത്സല്യമുള്ള ദൈവമക്കളെ, ഒരു പ്രാവശ്യം കൂടെ പ്രാണപ്രിയനായ പൊന്നു തമ്പുരാൻ്റെ പാദപീഠത്തിൽ അവിടുത്തെ സ്നേഹവാത്സല്യങ്ങൾ ഏറ്റുവാങ്ങി, അവിടുത്തെ ലാവണ്യമേറിയ മുഖത്തേക്ക് നോക്കി, അവിടുത്തെ കണ്ണുകളിലെ കരുണ ദർശിച്ച് അവിടുത്തെ പാദപീഠത്തിൽ സർവം മറന്നിരിപ്പാൻ നമുക്ക് ഭാഗ്യമൊരുക്കി തന്ന കർത്താവിന് നന്ദി പറഞ്ഞുകൊണ്ട് തമ്പുരാൻ്റെ തിരുമുഖത്ത് നിന്ന് നമുക്ക് കേൾക്കാം. ഇന്ന് നാം വീണ്ടും കർത്തൃസന്നിധിയിൽ ഒത്തുചേർന്നിരിക്കുമ്പോൾ നമ്മുടെ ധ്യാനചിന്തയ്ക്ക് വിഷയമായി തീരേണ്ടതിനു വേണ്ടി വിശുദ്ധനായ പത്രോസ് അപ്പോസ്തലൻ പൊതുവിനെഴുതിയ ഒന്നാമത്തെ ലേഖനത്തിലെ 5-ാമത്തെ അധ്യായം 7ഉം 8ഉം തിരുവചനങ്ങൾ നിങ്ങളെ കേൾപ്പിക്കുകയാണ്. അപ്പോസ്തലനായ പത്രോസ് പൊതുവിനെഴുതിയ 1-ാം ലേഖനം 5-ാമത്തെ അധ്യായം 7ഉം 8ഉം തിരുവചനങ്ങൾ. അവൻ നിങ്ങൾക്കായി കരുതുന്നതാകയാൽ നിങ്ങളുടെ സകല ചിന്താകുലവും അവൻ്റെ മേലിട്ടുകൊള്ളുവീൻ. നിർമ്മതരായിരിപ്പീൻ, ഉണർന്നിരിപ്പീൻ. നിങ്ങളുടെ പ്രതിയോഗിയായ പിശാച് അലറുന്ന സിംഹമെന്ന പോലെ ആരെ വിഴുങ്ങേണ്ടുവെന്ന് തിരിഞ്ഞ് ചുറ്റി നടക്കുന്നു. പ്രിയപ്പെട്ടവരെ, വളരെ മനോഹരമായ ഒരു ധ്യാനചിന്തയാണ് അപ്പോസ്തലൻ നമ്മെ കേൾപ്പിക്കുന്നത്. ഭാരങ്ങളെല്ലാം അവൻ്റെ മേലിട്ടുകൊള്ളുക, യേശു ക്രിസ്തുവിൻ്റെ മേൽ ഇറക്കി വയ്ക്കുക. ഇന്ന് ലോകത്ത് ജീവിക്കുന്ന ഭൂഭൂരിപക്ഷം പേരും ഭാരങ്ങൾ ചുമക്കുന്നവരാണ്. ഹൃദയവ്യഥയാൽ മനസ്സ് നീറിപ്പിടയുന്നവരാണ്. സങ്കടക്കടൽ നീന്തിക്കടക്കുന്നവരാണ്. ആശങ്കാകുലരാണ്. ഒരു കാരണമല്ല മറ്റൊരു കാരണം, പലരെയും പല കാരണങ്ങളാണ് ഭരിക്കുന്നത്. ആളുകൾ ആശങ്കയാൽ ഇങ്ങനെ തളർന്നു വീണുകൊണ്ടിരിക്കുകയാണ്. പ്രാർത്ഥിക്കാനായിട്ട് ദൈവാലയത്തിൽ ചെന്നാൽ അകത്ത് കയറുമ്പോൾ മുതൽ തിരികെ പോരുന്നതുവരെ നിലവിട്ട് നിലവിളിക്കുന്ന ചില സഹോദരിമാരുണ്ട്, ചില സഹോദരന്മാരുമുണ്ട്. പക്ഷേ അവരുടെ കണ്ണുനീർ ഒരിക്കലും തോരുന്നതായി കാണുന്നില്ല. ദൈവസന്നിധിയിൽ ഭാരമിറക്കി വെച്ചിട്ടാണ് അവർ ദൈവാലയം വിട്ടു പോകുന്നതെങ്കിൽ പിന്നെ അവർ കരയേണ്ടി വരില്ല. പക്ഷേ അവർ പോകുന്നത് അടുത്ത ദൈവാലയത്തിലേക്കോ അടുത്ത ധ്യാന കേന്ദ്രത്തിലേക്കോ ആണ്. അവരുടെ പ്രശ്നം പരിഹരിക്കപ്പെടുന്നില്ല എന്നുള്ളതാണ് അവരുടെ കണ്ണുനീരടങ്ങാത്തതിൻ്റെ കാരണം. പ്രശ്നം പരിഹരിക്കേണ്ടവൻ്റെ കയ്യിൽ അത് ഇറക്കി വെച്ച് കൊടുക്കാനാണ് പറഞ്ഞത്. പ്രശ്നം പരിഹരിക്കേണ്ടവൻ്റെ കയ്യിൽ അത് ഇറക്കി വെച്ച് കൊടുത്തു എന്ന് ഉള്ളുറപ്പിച്ചാൽ പിന്നെ കരയേണ്ടതില്ല. ഞാൻ ആരെയാണോ എൻ്റെ ഭാരമേൽപ്പിച്ചത് അവനത് പരിഹരിപ്പാൻ മതിയായവനാണെന്ന് ഉള്ളുറപ്പും വിശ്വാസവും ഉണ്ടെങ്കിൽ പിന്നെ ആശങ്കപ്പെടുന്നത് എന്തിനാണ്? വിശ്വാസത്തിലുള്ള പരാജയമാണ് പലപ്പോഴും ഈ ആളുകളെ ആശങ്കാകുലരാക്കുന്നത്. ഈ ആശങ്ക കൊണ്ട് ജീവിക്കുന്നവരാരും യഥാർത്ഥത്തിൽ സത്യവിശ്വാസികളെന്ന് വിളിക്കപ്പെടാൻ യോഗ്യരല്ല. കാരണം അവർ ദൈവത്തെ ഇതുവരെ അവൻ്റെ ശക്തിയോടുകൂടെ അംഗീകരിച്ചിട്ടില്ല. എന്നിങ്ങനെ നിലവിളിച്ച് 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 കാലം പോക്കുന്നതാണ് വിശുദ്ധ ജീവിതമെന്നാണ് പലരുടെയും വിചാരം. അവിടെ നിലവിളി അടങ്ങുന്നില്ല. എപ്പോഴും ഇങ്ങനെ അലമുറയിട്ട് കരഞ്ഞുകൊണ്ടിരിക്കുകയാണ്. എല്ലാ ധ്യാനയോഗങ്ങളിലും ബഹളം വയ്ക്കുന്ന ചില ആളുകളുണ്ട്. അവരും ആശങ്കയുടെ അടിത്തട്ടിൽ അമർന്നു പോയവരാണ്. ഈ ബഹളം അവർക്ക് നൽകുന്നതൊരു വൈകാരികമായ ആശ്വാസമാണ്. അതിനപ്പുറത്ത് അവരുടെ പ്രശ്നങ്ങളിൽ നിന്ന് അവർ മോചനം പ്രാപിക്കുന്നില്ല. മനഃശാസ്ത്രപരമായി ഒരു വലിയ ചികിത്സയാണ് ഇവിടെ വിധിക്കപ്പെടുന്നത്. നിൻ്റെ ഭാരങ്ങളെല്ലാം നീ അവൻ്റെ മേൽ വയ്ക്കുക, അവൻ നിന്നെ സൗഖ്യമാക്കുക തന്നെ ചെയ്യും. പ്രിയപ്പെട്ടവരെ, ഒരാളൊരു വലിയ ചുമട് ചുമന്നു കൊണ്ടുപോവുകയാണ്. 10-70 കിലോ തൂക്കമുള്ള ഒരു ചുമട്. അത് ചുമന്നയാൾ മടുത്തിരിക്കുന്നു, വല്ലാതെ തളർന്നിരിക്കുന്നു. മുന്നോട്ട് നടക്കാൻ കഴിയാതെ കൈകാലുകൾ കുഴഞ്ഞു പോകുന്നു. ആ മനുഷ്യൻ അങ്ങനെ ആശങ്കപ്പെട്ട് എന്തു വേണ്ടു എന്നൊരവസ്ഥയിൽ നിൽക്കുമ്പോൾ ബലിഷ്ഠകായനും ബലവാനുമായ മറ്റൊരാൾ വന്നിട്ട് ആ ഭാരം എനിക്ക് തരിക എന്ന് പറഞ്ഞ് അത് ഏറ്റെടുത്തു. ഇത്രയും നേരം ഈ ഭാരം ചുമന്ന് നിലവിളിച്ചുകൊണ്ട് നടന്നൊരാൾ, അയാളിപ്പോൾ സ്വതന്ത്രനായി. ഇതങ്ങോട്ട് കൊടുത്തു, അയാളതെടുത്തു. ഇപ്പോൾ ഈ ചുമടിരിക്കുന്നത് ഈ ബലിഷ്ഠകായൻ്റെ പുറത്താണ്. മറ്റേ മനുഷ്യന് വേണ്ടിയാണ് ഇയാളത് ചുമക്കുന്നത്. സ്നേഹിത, ഈ കയറ്റം ഞാനിത് കയറ്റിത്തരാം. അപ്പോഴേക്കും രണ്ട് പ്രയോജനമായി.
ഒന്ന്, താങ്കൾക്ക് ശാരീരിക ആരോഗ്യവും നിലയും വീണ്ടെടുക്കാൻ സാധിക്കും. മറ്റൊന്ന്, കുറേ ദൂരം ഈ ഭാരം നിങ്ങൾക്ക് ഒഴിഞ്ഞു കിട്ടും. ഈ കയറ്റം കയറിയെത്തിയാൽ പിന്നെ നിങ്ങൾ എത്തേണ്ട ഇടമെത്തിയല്ലോ. നിങ്ങൾക്ക് സമാധാനത്തോടെ നിങ്ങളുടെ കാര്യം തുടരാം. അതുകൊണ്ട് ഞാൻ ഈ ഭാരം ചുമക്കാം. ഈ ഭാരം അയാളുടെ ചുമലിലിരിക്കുമ്പോഴും ഭാരം തൻ്റെ ചുമലിലാണ് ഇരിക്കുന്നത് എന്ന ചിന്തയാൽ ഒരാൾ നിലവിളിക്കുന്നുവെങ്കിൽ അതിന് ഭ്രാന്തെന്നല്ലാതെ മറ്റെന്താണ് വിളിക്കുക? ചിത്തഭ്രമം പിടിച്ചവരെ പോലെയാണോ ഒരു വിശ്വാസി ജീവിക്കേണ്ടത്? ജീവിതഭാരം യേശുവിന് കൊടുത്തു എന്ന് ഉറപ്പുള്ള ഒരാളും പിന്നെ അതിനെക്കുറിച്ച് ആശങ്കപ്പെടേണ്ടതില്ല. ആശങ്കപ്പെടുന്നവരാരും ജീവിതഭാരം യേശുവിന് കൊടുത്തിട്ടില്ല. കൊടുത്തു എന്ന് പറഞ്ഞതേയുള്ളൂ, കൊടുത്തിട്ടില്ല. യേശുവിൻ്റെ കൈകളിൽ ഭാരമേൽപ്പിച്ചാൽ പിന്നെ ആശങ്കപ്പെടുന്നത് എന്തിനാണ്? ഈ നാളുകളിൽ ആളുകൾ ഇങ്ങനെ ആശങ്ക കൊണ്ട് ഉലയുകയാണ്. അതുകൊണ്ട് വേറൊരു ഗുണമുണ്ട്. ഈ ധ്യാനങ്ങൾ നടക്കുന്നിടത്തൊക്കെ ഒരുപാട് ആളുകൾ എപ്പോഴും ലൈവായിട്ട് നിൽക്കുന്നുണ്ട്. ഒരു കാര്യം മാറി നിന്ന് നോക്കിയാൽ നമുക്ക് കാണാൻ കഴിയും. പുതിയ പുതിയ ആളുകൾ ധ്യാനത്തിന് പോകുന്നത് കുറവാണ്. സ്ഥിരം പോകുന്ന ആളുകൾ സ്ഥിരം പോയിരുന്ന് സ്ഥിരം നിലവിളിച്ച് സ്ഥിരം ബഹളമുണ്ടാക്കി സ്ഥിരമായിട്ട് അവരിങ്ങനെ അവരുടെ ജീവിതത്തിൽ അതൊരാശ്വാസ മാർഗമായി കണ്ടെത്തുകയാണ്. അതുകൊണ്ട് സ്ഥിരമായി ധ്യാനം കൂടേണ്ടതില്ല. ഒരിക്കൽ ധ്യാനം കൂടിയാൽ പിന്നെ തോന്നിയ വാസം ജീവിക്കാമെന്നല്ല പറഞ്ഞതിൻ്റെ അർത്ഥം. ആ ധ്യാനം കൂടുന്നതിൻ്റെ മൂഡ് പരിശോധിക്കണം, മനോഭാവം പരിശോധിക്കണം. ധ്യാനം കൂടി പിന്നെയും ധ്യാനം കൂടി പിന്നെയും ധ്യാനം കൂടി പിന്നെയും ധ്യാനം കൂടി കണ്ണുനീരടങ്ങുന്നില്ല, നിലവിളി നിലയ്ക്കുന്നില്ല, ബഹളം തുടരുകയാണ് എങ്കിൽ ആ ധ്യാനം കൊണ്ടവർക്കൊരു പ്രയോജനവും ഉണ്ടായിട്ടില്ല. ധ്യാനം കൂടി ആത്മീക വർധനം ലഭിച്ചു, ആശ്വാസം ലഭിച്ചു, സമാധാനം ലഭിച്ചു, പ്രത്യാശ ലഭിച്ചു, ദൈവസ്നേഹം ലഭിച്ചു, ജീവിതത്തിൽ ഇന്നുവരെ അനുഭവിക്കാത്ത റിലാക്സേഷൻ ഉണ്ടായി. അപ്പോൾ തൻ്റെ അനുഭവം മറ്റുള്ളവരോട് പങ്കിടുന്ന ഒരു നിലയിലേക്ക് ധ്യാനത്തിൻ്റെ നടത്തിപ്പ് തലങ്ങളിലേക്ക് ഒരാൾ മാറി. അതാണ് ധ്യാനത്തിൻ്റെ ആഫ്റ്റർ എഫക്റ്റായി മാറേണ്ടത്. എല്ലാ കാലവും ധ്യാനം കൂടുന്നവരെയല്ല വേണ്ടത്, ധ്യാനം കൂടിയിട്ട് ധ്യാനം കൊടുക്കുന്നവരെയാണ് വേണ്ടത്. തൻ്റെ ജീവിതത്തിൽ അനുഭവിക്കാനിടയായ ആത്മീക സത്യങ്ങളെ അതനുഭവിച്ചിട്ടില്ലാത്തവർക്ക് പകുത്തു കൊടുക്കുക എന്ന വലിയ ഉത്തരവാദിത്വത്തിലേക്കാണ് ധ്യാനം കൂടിയവർ മാറേണ്ടത്. നിർഭാഗ്യവശാൽ ധ്യാനം കൂടിയവരിൽ 5% പേരെങ്കിലും ആ നിലകളിൽ എത്തിയിട്ടില്ല. ബഹുഭൂരിപക്ഷം പേരും ഇപ്പോഴും ആ പഴയ സ്വഭാവം തുടരുകയാണ്. ഉഴറി നടന്ന് നിലവിളിക്കുക. പ്രിയപ്പെട്ടവരെ, ഭാരമേൽപ്പിച്ചു കൊടുക്കണം. ഇന്ന് ഒത്തിരി പേരെ വലിയ നിരാശ, ആശങ്ക പിടികൂടിയിരിക്കുകയാണ്. ഒരളവ് വരെ പറഞ്ഞാൽ ആകുലചിന്ത എന്ന ഒരു മാരകമായ പാപമാണ് ലോകത്ത് ഒത്തിരി പേരെ ഇന്ന് ബാധിച്ചിരിക്കുന്നത്. ആകുലചിന്ത ഒരാളെ പിടികൂടിയാൽ ആ ആളുടെ ജീവിതത്തിൽ പിന്നെ ഒരു സ്വസ്ഥതയുമില്ല. ആകുലചിന്ത ഉള്ളിൽ നിറഞ്ഞാൽ ഇത് മാത്രമായിരിക്കും പിന്നെ ധ്യാനം. രാവും പകലും ഒരുപോലെ, ഊണിലും ഉറക്കത്തിലും പോലും ഈ ആൾ ഇത് തന്നെ ധ്യാനിച്ചു കൊണ്ടിരിക്കും. എൻ്റെ ജീവിതം പാഴായി, എൻ്റെ ജീവിതം പാഴായി, എൻ്റെ ജീവിതം പാഴായി, ഇനി ഒന്നും പ്രതീക്ഷിക്കാനില്ല, ഈ പരീക്ഷ ജയിക്കാൻ പോകുന്നില്ല, എൻ്റെ ഭാവി ശുഭമാകാൻ പോകുന്നില്ല, എൻ്റെ വിവാഹം നടക്കാൻ പോകുന്നില്ല, എനിക്കൊരു കുഞ്ഞ് പിറക്കാൻ പോകുന്നില്ല, എൻ്റെ ജീവിതത്തിൽ ഇനി പ്രതീക്ഷകളില്ല, എൻ്റെ ജീവിതം പാഴായി, ഈ മദ്യപാനിയായ ഭർത്താവിൻ്റെ ജീവിതം തകർത്തു, ഈ ദുഷ്ടൻ്റെ കൂടെയാണ് എൻ്റെ ജീവിതം പോയത്, ഇനി എനിക്കൊരു നല്ല കാലം വരാൻ പോകുന്നില്ല, എൻ്റെ സ്വപ്നങ്ങളെല്ലാം ഉടഞ്ഞുപോയി, ഞാൻ എത്ര മനോഹരമായി ചിത്രം വരയ്ക്കുമായിരുന്നു, ഈ മനുഷ്യൻ്റെ ഭാര്യയായതിനു ശേഷം എനിക്കതിന് കഴിഞ്ഞിട്ടില്ല, ഞാൻ എത്ര മധുരമായി പാട്ടുപാടുമായിരുന്നു, ഈ ദുഷ്ടമനുഷ്യൻ്റെ ഭാര്യയായതിനു ശേഷം എനിക്കത് കഴിഞ്ഞിട്ടില്ല, ഞാൻ എത്ര മനോഹരമായി കാര്യങ്ങൾ സംഘടിപ്പിക്കുമായിരുന്നു, എത്ര സമൂഹത്തിൽ അംഗീകരിക്കപ്പെട്ട മനുഷ്യനായിരുന്നു, എവിടെയൊക്കെ ഞാൻ കയ്യടി വാങ്ങിയിട്ടുണ്ടായിരുന്നു, ഈ സ്ത്രീ എൻ്റെ ജീവിത പങ്കാളിയോ വന്നതിന് ശേഷം എൻ്റെ ജീവിതത്തിൽ എനിക്ക് ഒന്നും പെർഫെക്റ്റായിട്ട് ചെയ്യാൻ കഴിഞ്ഞിട്ടില്ല, എൻ്റെ ജീവിതം പാഴായി, എൻ്റെ ജീവിതം പാഴായി, എൻ്റെ ജീവിതം പാഴായി എന്ന് സ്വയം വിധിച്ചുകൊണ്ട് മറ്റൊന്നും ചിന്തിക്കാതെ അന്തർമുഖരായി തങ്ങളുടെ സ്വകാര്യ ദുഃഖങ്ങളെ താലോലിച്ചുകൊണ്ട് അതിനകത്ത് ഒതുങ്ങിക്കൂടി അടയിരിക്കുന്നവർ, പ്രിയപ്പെട്ടവരെ, ആകുലചിന്ത പിടിപെട്ട മനുഷ്യരാണ്. ആകുലചിന്തയെക്കുറിച്ച് ആത്മീയമായി പരിശോധിച്ചാൽ അറിയാം, അതൊരു മാരക രോഗമാണ്. ദൈവത്തിലുള്ള അവിശ്വാസത്തിൽ നിന്ന് ഉടലെടുക്കുന്നതാണ് ആകുലചിന്ത എന്ന മാരക രോഗം, മാരക പാപം. ദൈവത്തിലുള്ള അവിശ്വാസത്തിൽ നിന്ന് ഉടലെടുക്കുന്നതാണ്. പ്രിയപ്പെട്ടവരെ, പ്രത്യാശ കൈവരിക്കണം.
ജീവിതത്തിൽ കഷ്ടങ്ങളിലൂടെ കടന്നു പോകുമ്പോൾ കർത്താവിൻ്റെ കൂടെ ഉണ്ടെന്ന് ആദ്യം വിശ്വസിക്കണം. പിന്നെ ഈ കഷ്ടങ്ങൾക്കപ്പുറത്ത് അവർണ്ണനീയമായ ഒരാത്മീയ സന്തോഷം എനിക്ക് വേണ്ടി കാത്തുവയ്ക്കപ്പെട്ടിട്ടുണ്ടെന്ന് ഉള്ളിൽ ഉറപ്പിക്കണം. കഷ്ടത ശാശ്വതമല്ല, ഇതിനപ്പുറത്ത് പ്രകാശപൂരിതമായ ഒരു നല്ല നാളെയുണ്ട് എന്ന് ഉള്ളത്തെ പറഞ്ഞ് വിശ്വസിപ്പിക്കണം. അപ്രകാരമൊക്കെ ഒരുങ്ങാൻ കഴിയുമ്പോഴാണ് ഒരു മനുഷ്യൻ്റെ ജീവിതത്തിൽ ആകുലതകളെ മറികടക്കാൻ കഴിയുന്നത്. ഈ ആകുലതകൾ നിരന്തരം ഉള്ളിൽ സൂക്ഷിച്ചു വെച്ചുകൊണ്ട് ആളുകൾ നിരന്തരം നിലവിളിക്കുമ്പോഴല്ല ഒരാൾ ആത്മീയനാകുന്നത്. ചില സഹോദരിമാർക്കൊരു ശീലമുണ്ട്. അവരുടെ ജീവിതത്തിലൊരു കുഞ്ഞ് പ്രയാസം വന്നാൽ മതി, അവരിങ്ങനെ ഒരൊറ്റ ഇരിപ്പാണ് ഫോണിൻ്റെ അരികിൽ. അവർക്ക് പരിചയമുള്ള 100 150 അച്ഛന്മാരെ, തിരുമേനിമാരെ, അതുപോലെ തന്നെ ഉപദേശിമാരെ, ബ്രദർമാരെയൊക്കെ അവരങ്ങോട്ട് വിളിക്കുക. എന്നിട്ട് വലിയ നിലവിളിയാണ്, കാര്യം പറയുകയല്ല, വലിയ വായിലങ്ങ് നിലവിളിക്കുകയാണ്. വളരെ ചെറിയ ഒരു കാര്യമായിരിക്കും. ഒരു കുഞ്ഞൊരു പരീക്ഷ എഴുതാൻ പോയിട്ട് വേണ്ടവണ്ണം എഴുതാൻ പറ്റിയില്ല എന്നുള്ളതോ, അതുമല്ലെങ്കിൽ ഉദ്ദേശിച്ചതിൽ 2 മാർക്ക് കൊച്ചിന് കുറഞ്ഞു പോയി എന്നുള്ളതോ, പ്രതീക്ഷിച്ച കോഴ്സിന് അഡ്മിഷൻ കിട്ടുമോ എന്നുള്ള കിട്ടില്ല എന്നൊരു തോന്നലോ ഒക്കെ ആയിരിക്കും. അങ്ങ് നിലവിളിക്കുകയാണ്. പിന്നെ ഒരു 2 ആഴ്ചക്കാലത്തേക്ക് ഈ സ്ത്രീക്ക് വേറെ ഒരു വിചാരവുമില്ല. ഇത് മാത്രം രാവും പകലും ധ്യാനിക്കുക, ചിരിക്കുന്നില്ല, പ്രാർത്ഥിക്കാനാണെന്നും പറഞ്ഞ് കിടന്ന് കുറേ നിലവിളിക്കുക, അല്ലാതെ പ്രാർത്ഥിക്കുന്നില്ല. ഇങ്ങനെ ഇരുന്ന് ഫോണിൽ വിളിച്ചങ്ങോട്ട് നിലവിളിച്ചു കൊണ്ടിരിക്കുകയാണ്. ഒരുപാട് പേരുടെ നിലവിളി കേൾക്കുന്നത് കൊണ്ടാണ് ഇതൊക്കെ പെട്ടെന്ന് മനസ്സിലാകുന്നത്. പ്രിയപ്പെട്ടവരെ, അതുകൊണ്ട് ആരും വിളിച്ച് സങ്കടം പറയണ്ട എന്നല്ല. പല ആളുകളും വിളിച്ചാൽ പ്രിയപ്പെട്ടവരെ അവർക്ക് സങ്കടം പറയാനല്ല നേരം, അവരങ്ങ് നിലവിളിക്കുകയാണ്. സംയമനത്തോടെ അവരുടെ കാര്യം അവർ പറഞ്ഞാൽ അവർ നിലവിളിക്കുന്നതിനേക്കാൾ കൂടുതൽ എഫക്റ്റീവായിട്ട് ഞങ്ങൾക്കത് മനസ്സിലാകും. അവരെ ഒരുപാട് ആശ്വസിപ്പിക്കാനും ബലപ്പെടുത്താനും ധൈര്യപ്പെടുത്താനും കൂടെ പ്രാർത്ഥിക്കുവാനുമൊക്കെ ഞങ്ങൾക്ക് കഴിയും. മറിച്ച് ഫോൺ വിളിച്ചിട്ട് കാര്യം എന്താണെന്ന് പറയാതെ വലിയ ബഹളമുണ്ടാക്കി നിലവിളിക്കുകയോ എണ്ണിപ്പുറക്കുകയോ ഒക്കെ ചെയ്യുന്ന ആളുകളെ അതിങ്ങനെ കേൾക്കുന്ന സമയത്തേക്ക് പലപ്പോഴും അവരോട് പോസിറ്റീവായി ഒന്നും പറയാനായിട്ട് കഴിയാറില്ല, ഒന്നും പറയാൻ തോന്നാറുമില്ല. കാരണം അവർ നിരാശ പിടിപെട്ടവരും പ്രത്യാശ കൈവിട്ടു പോയവരും ഒന്നും താല്പര്യമില്ലാത്തവരും ഒന്നും പ്രതീക്ഷിക്കാത്തവരുമാണ്. ആ നിരാശയിൽ നിന്നാണ് ഈ ബഹളവും നിലവിളിയുമൊക്കെ ഉണ്ടാകുന്നത്. പ്രിയപ്പെട്ടവരെ, പാടില്ല. ഭാരം കർത്താവിന് കൊടുക്കുക, അവൻ സമാധാനം കൊണ്ടുവരുമെന്നാണ് പറയുന്നത്. ഇങ്ങനെയുള്ള ആളുകളുടെ പ്രത്യേകത അവരുടെ ജീവിതത്തിൽ സ്വസ്ഥതയില്ല, സമാധാനമില്ല, എപ്പോഴും വിചാരം, എപ്പോഴും നെടുവീർപ്പ്. എന്ന് വെച്ചാൽ ആകുലചിന്ത പിടിപെട്ടവർ വർത്തമാന ലോകത്തുണ്ടാകില്ല. ആകുലചിന്തയ്ക്ക് അടിമപ്പെട്ട ഒരു ഭാര്യ ഭർത്താവ് പറയുന്നത് പലതും കേൾക്കില്ല, മക്കൾ പറയുന്നത് പലതും കേൾക്കില്ല, മാതാപിതാക്കൾ പറയുന്ന പലതും കേൾക്കില്ല, കൂടപ്പിറപ്പുകൾ പറയുന്ന പലതും കേൾക്കില്ല. നിഷേധിക്കുന്നതല്ല, കേൾക്കില്ല. കാരണം അവർ വർത്തമാന ലോകത്തില്ല. അവർ വിചാരപ്പെട്ട് സമാധാനമില്ല, സന്തോഷമില്ല, വേറെ ഏതോ ലോകത്താണ്. ആകുലചിന്തയ്ക്ക് അടിമപ്പെട്ട പുരുഷൻ്റെ ഗതിയും ഇത് തന്നെയാണ്. ഒരേ ഇരിപ്പാണ്, ഇടയ്ക്കിടയ്ക്ക് നെടുവീർപ്പിടും, വിചാരമേ വിചാരം, വിചാരമേ വിചാരം. പ്രിയപ്പെട്ടവരെ, ചില ആളുകൾക്ക് ആകുലചിന്ത വന്നാൽ പിന്നെ അവരുടെ ജീവിതത്തിൽ വേറെ ഒരു കാര്യവും നടക്കില്ല. ചില കുഞ്ഞുങ്ങൾക്കുണ്ട് അങ്ങനെ ചില കുഞ്ഞുങ്ങളെയും ഞാൻ പരിചയപ്പെടാതെ വന്നിട്ടുണ്ട്. കൈമുട്ടിൻ്റെ മുകളിലൊരു വേദന ഒരു കുഞ്ഞിന് അനുഭവപ്പെടുകയാണ്. ആ കുഞ്ഞ് ഉടനെ ഇരുന്ന് ചിന്തിച്ചത് എന്താണെന്നറിയാമോ? ഈ വേദന അത് ക്യാൻസർ ആയിരിക്കും മിക്കവാറും. ക്യാൻസർ, എൻ്റെ കയ്യിൽ ക്യാൻസറാണ്, അയ്യോ എനിക്ക് മാരകമായ ക്യാൻസറാണ്, ഒരുപക്ഷെ അത് സ്പ്രെഡായി കാണും, ശരീരം മുഴുവനും ക്യാൻസർ ബാധിച്ചു കാണും, അയ്യോ എൻ്റെ ജീവിതം അപകടത്തിലാണ്. ഇനി സ്പ്രെഡായിട്ടില്ലെങ്കിൽ പോലും ഈ കൈ മിക്കവാറും മുറിച്ച് കളയേണ്ടി വരും. ഒരു ചെറിയ വേദന, ഇന്നലെ എന്തോ സാധനം അബദ്ധം പറ്റി എടുത്തപ്പോൾ മസിലിന് ഉണ്ടായ കുഞ്ഞു ക്ഷതത്തിൽ നിന്ന് ഉളവായൊരു വേദനയാണ്. ഒരു മസിൽ പെയിൻ എന്നതിനപ്പുറത്ത് ഒന്നുമില്ല. പക്ഷേ ഈ കുഞ്ഞ് എവിടം വരെ എത്തി ചിന്തിച്ചിട്ട്, എനിക്ക് ക്യാൻസറാണ്, അത് ശരീരം മുഴുവൻ പടർന്നു, എൻ്റെ കൈ മുറിച്ച് കളയേണ്ടി വരും. പിന്നെ ഈ വേദനയെക്കുറിച്ചുള്ള ആശങ്ക കൊണ്ടങ്ങ് അന്തം വിട്ട് നിലവിളിക്കുകയാണ്. അയ്യോ എൻ്റെ കൈ ഭയങ്കര വേദനയാണ്, ഭയങ്കര വേദനയാണ്, എൻ്റെ കൈ ഭയങ്കര വേദനയാണ്. ഈ കുഞ്ഞിൻ്റെ കൈയുടെ വേദന സത്യത്തിൽ സഹിക്കാവുന്നതിനപ്പുറമൊന്നും ഇല്ല. പക്ഷെ മനസ്സ് സമ്മതിക്കണ്ടേ? കുഞ്ഞിനെയും കൊണ്ട് മാതാപിതാക്കൾ ഓടുന്നു. ഈ ഓട്ടത്തിൽ കുഞ്ഞ് പറയുന്നു, ഒരുപക്ഷെ അമ്മ എൻ്റെ കൈക്ക് ക്യാൻസർ ആയിരിക്കും, ഇത് മുറിച്ച് കളയേണ്ടി വരും. അമ്മ അതിലും കൂടുതൽ നിലവിളിക്കുന്നു, കൂട്ട നിലവിളിയാകുന്നു.
പ്രിയപ്പെട്ടവരെ, കാഷ്വാലിറ്റിയിൽ പാഞ്ഞു കയറുന്നു. ഡോക്ടർമാർ വരുന്നു, പരിശോധിക്കുന്നു. ഞെക്കിപ്പിടിച്ചപ്പോൾ കുഞ്ഞ് ഭൂമിയും ആകാശവും ഒരുപോലെ ഇടിഞ്ഞ് വീഴാൻ പാകത്തിന് ഉറക്ക നിലവിളിക്കുന്നു. ഡോക്ടർ ചുമ്മാ തൊട്ട് പരിശോധിച്ചതാണ്. ഒരു കാര്യവുമില്ലാതെ സ്കാൻ ചെയ്യുന്നു. സ്കാൻ ചെയ്ത് പരിശോധിച്ചപ്പോൾ ഒരു കാരണവുമില്ല. അവിടെ ഒരു ചതവ് പോലുമില്ല. ഒരു മസിൽ പെയിൻ മാത്രമാണ്. ഒരു ചെറിയ ഡോസ് ഗുളിക. സത്യത്തിൽ ആ ഗുളിക ആവശ്യമില്ലാത്തതാണ്. 2-3 ദിവസം കൊണ്ട് ഈ വേദന മാറുന്നു. പക്ഷേ ഈ കുഞ്ഞിൻ്റെ രോഗം മാറുന്നില്ല. പിന്നെ കാലയിൽ വേദന വരുമ്പോഴും കുഞ്ഞ് ക്യാൻസറാണെന്ന് ചിന്തിക്കും. ചെറിയ തലവേദന വരുമ്പോൾ തല നിറച്ചും ട്യൂമറാണെന്ന് ചിന്തിക്കും. തൊണ്ടവേദന വരുമ്പോൾ തൊണ്ടയ്ക്ക് ക്യാൻസറാണെന്ന് ചിന്തിക്കും. ഇതൊരു മാനസിക പിരിമുറുക്കമാണ്. ഇതൊരു താളം തെറ്റിയ മനസ്സിൻ്റെ പ്രകടനങ്ങളാണ്. ഇതേ സ്വഭാവ വിശേഷതകളുള്ള ചില ആളുകൾ ഇത് കേട്ടുകൊണ്ടിരിക്കുന്നുണ്ട്. ദൈവവിശ്വാസമുള്ളവർക്ക് ഈ വക ചിന്തകൾക്ക് സ്ഥാനമില്ല. 1% പോലും ദൈവത്തെ അംഗീകരിക്കുകയോ ദൈവത്തെ വിശ്വസിക്കുകയോ ജീവിതം ദൈവത്തിന് കൊടുക്കുകയോ സമർപ്പിക്കുകയോ ചെയ്തിട്ടില്ലാത്തവരുടെ ജീവിതത്തിൽ നിരന്തരമായി കാണുന്നതാണ് ഈ വക അവസ്ഥകളൊക്കെ. ദൈവമക്കളെ, വിശ്വാസം പരിശോധിക്കപ്പെടുമ്പോൾ പരാജയപ്പെട്ടു പോകും ഇങ്ങനെയുള്ള ആളുകൾ. വീണ്ടും ഇങ്ങനെയുള്ള ആളുകളുടെ വേറൊരു പ്രത്യേകത, അവർ ചിരിക്കില്ല, അവർക്ക് സന്തോഷമില്ല, ആരോടും മിണ്ടുകയില്ല, സമ്പർക്കം ചെയ്യുകയില്ല. അവരങ്ങനെ ഒതുങ്ങിക്കൂടിയിരിക്കുകയാണ്. ആകുലചിന്തയുള്ള ഒരാളൊരു വീട്ടിലുണ്ടെങ്കിൽ ആ വീട്ടിലുള്ള മുഴുവൻ ആളുകളെയും അയാൾ നരകത്തിലാക്കും. ആകുലചിന്തയുള്ള ഒരാൾ ആരോടും സഹകരിക്കില്ല. ആകുലചിന്തയുള്ള ഒരാൾ ഒന്നിലും സംതൃപ്തി പ്രകടിപ്പിക്കില്ല. ആകുലചിന്തയുള്ള ഒരാൾ മറ്റുള്ളവർ പോകുന്ന കൂട്ടത്തിൽ പോകില്ല. ആകുലചിന്തയുള്ള ഒരാൾ ഒരു കുടുംബത്തിലുണ്ടെങ്കിൽ മറ്റുള്ളവരോടൊപ്പം സന്തോഷിക്കില്ല. മറ്റുള്ളവരുടെ കൂടെ ഇരുന്ന് ആഹാരം കഴിക്കില്ല. മറ്റുള്ളവരുമായി തുറന്ന് സംസാരിക്കില്ല. മറ്റുള്ളവരുമായി ഒന്നും പങ്കിടുകയില്ല. മറ്റുള്ളവർ കൂടുതൽ അടുത്തിടപഴകാൻ ശ്രമിച്ചാൽ ഒഴിഞ്ഞു മാറി മുറിയടച്ചുള്ളിൽ കുത്തിയിരിക്കും. ആകുലചിന്തയുള്ള ആൾ നരകം സൃഷ്ടിക്കുന്നയാളാണ്. വേറെ അളവിൽ പറഞ്ഞാൽ പിശാച് അവരെ നന്നായിട്ട് ഉപയോഗിക്കുകയാണ് അവൻ്റെ ജോലി പൂർത്തിയാക്കാൻ. പിശാചിൻ്റെ പിടിയിലാണവർ. പുറത്ത് കിടക്കുക, നിന്റെ സകല ഭാരവും അവൻ്റെ മേൽ വയ്ക്കുവാനാണ് അപ്പോസ്തലൻ പറയുന്നത്. എന്തുകൊണ്ടെന്നാൽ അവൻ നിങ്ങൾക്കായി കരുതുന്നു. അവൻ നിങ്ങൾക്കായി കരുതുന്നതാകയാൽ നിങ്ങളുടെ സകല ചിന്താകുലങ്ങളും അവൻ്റെ മേലിട്ടുകൊള്ളുക. ആശങ്കപ്പെടേണ്ടതില്ല, അവൻ്റെ മേലിട്ടുകൊള്ളുക. വീണ്ടും പ്രിയപ്പെട്ടവരെ, ഈ വക ചിന്താഗതിയുള്ളവരുടെ മനസ്സ് നീറിപ്പിടുകയാണ്. കത്തുന്ന അഗ്നികുണ്ഡം പോലെയാണ് അവരുടെ നെഞ്ചകം. ആളിക്കത്തുകയാണ്. മനസ്സിൽ തീയാണ്. എപ്പോഴും അവർക്ക് പുകച്ചിലാണ്. അതിൻ്റെ പ്രകട ലക്ഷണങ്ങൾ ശരീരത്തിലും കാണും. ശരീരത്തിന് എപ്പോഴും ഒന്നുകിൽ ഹൈ ടെമ്പറേച്ചർ, അവർക്ക് എപ്പോഴും തുടരെ പനിച്ചുകൊണ്ടിരിക്കും. ചിലപ്പോൾ അവരുടെ ശരീരം ഐസ് പോലെ തണുത്തിരിക്കും. ചിലപ്പോൾ ശരീരത്തിൽ രക്തമോട്ടത്തെ ബാധിക്കും. ചിലപ്പോൾ കൈകാലുകൾ തളർന്നു പോകുന്നതായി അവർക്ക് അനുഭവപ്പെടും. ചിലപ്പോൾ കണ്ണിൽ ഇരുട്ട് കയറും. ചിലപ്പോൾ പ്രിയപ്പെട്ടവരെ അവർക്ക് എഴുന്നേറ്റ് നിൽക്കാൻ പറ്റാത്ത വിറയൽ അനുഭവപ്പെടും. ഇതൊക്കെ ആകുലചിന്ത ഒരു പരിധി കടക്കുമ്പോൾ ഒരാളുടെ ജീവിതത്തിൽ സംഭവിക്കാവുന്ന കാര്യങ്ങളാണ്. ഭർത്താവിൻ്റെ മദ്യപാനമാകാം അവരെ തളർത്തിക്കളഞ്ഞ സംഗതി. ജീവിത പങ്കാളിയെക്കുറിച്ചുള്ള സംശയ രോഗം അഥവാ ജാരശങ്കയാകാം അവരെ തളർത്തിക്കളഞ്ഞ സംഗതി. സാമ്പത്തിക ജീവിത മേഖലയിൽ വന്ന ഭയാനകമായ തകർച്ചയാകാം അവരെ തളർത്തിക്കളഞ്ഞ സംഗതി. വളരെ പ്രതീക്ഷയോടെ വളർത്തിയ മക്കൾ വഴിതെറ്റിപ്പോയതോ, മക്കൾ പരീക്ഷയ്ക്ക് പരാജയപ്പെട്ടതോ, അതുമല്ലെങ്കിൽ മക്കളുടെ ജീവിതത്തിൽ ഏതെങ്കിലും വലിയ പ്രതിസന്ധി വന്നതോ, അവർ രോഗത്തിൽ പെട്ടുപോയതോ ആയിരിക്കാം ഈ ആകുലചിന്തയുടെ കാരണം. വിചാരപ്പെട്ട് ആകുലചിത്തരായി നിരാശരായി കഴിയുന്നവർ മനസ്സിലാക്കണം, അവരെക്കുറിച്ചാണ് 8-ാം വാക്യത്തിൽ പറഞ്ഞത്, പിശാചിനിടം കൊടുക്കരുത്. നിരാശപ്പെടുന്നവരെയാണ് പിശാച് പെട്ടെന്ന് പിടികൂടുക. ആകുലചിന്തപ്പെടുന്നവരെയൊക്കെ പിശാച് കസ്റ്റഡിയിൽ വച്ചിരിക്കുകയാണ്. അവന് പിടികൊടുക്കരുത് എന്നാണ് പറഞ്ഞത്. ഇങ്ങനെ സ്വയം തകർത്ത് കളയരുത്. ശത്രു അവസരം നോക്കിയിരിക്കുകയാണ്. മാനസിക ദൗർബല്യം കൊണ്ട് വിശ്വാസത്തിൽ ക്ഷയിച്ചു പോയിട്ട് ദൈവത്തെ ബോധ്യപ്പെടാതെ, ദൈവശക്തിയിൽ വിശ്വസിക്കാതെ, എൻ്റെ ദൈവം സർവശക്തനും ബലവാനുമാണ്, അവൻ്റെ കയ്യിൽ ഞാൻ സുരക്ഷിതയാണെന്ന് അംഗീകരിക്കാതെ, തളർന്നും തകർന്നും നിരാശപ്പെട്ടും അന്തർമുഖരായും
ജീവിതത്തിൽ ചിരിക്കാതെ, സന്തോഷിക്കാതെ, സമാധാനിക്കാതെ നിരാശ പിടിപെട്ടിരിക്കുന്ന ഒരാൾ ഓർക്കുക, പിശാചിന് ഇടം കൊടുക്കുകയാണപ്പോൾ. അവനുള്ളിൽ കയറി പറയും, ഇനി ജീവിക്കണ്ട, വിഷമെടുത്ത് കുടിക്ക്, ഇനി ജീവിക്കണ്ട, ആ തുണിയിൽ തൂങ്ങ്, ഇനി ജീവിക്കണ്ട, റെയിൽ പാളത്തിലേക്ക് നടക്ക്, ഇനി ജീവിക്കണ്ട, ജീവിതം അവസാനിപ്പിക്ക്. ഈ നിരാശയുടെ ചിന്ത ഉള്ളിൽ കുത്തി നിറയ്ക്കുന്നത് പിശാചാണ്. ആകുലചിന്ത തലയിൽ കയറുമ്പോഴാണ് ഈ നിരാശ കയറി വരുന്നത്. ആകുലചിന്തയുടെ ക്ലൈമാക്സ് നിരാശയും ഒരുപക്ഷെ സ്വയഹത്യയുമാണ് എന്ന് തിരിച്ചറിയണം. ജീവിതത്തിൽ പ്രതിസന്ധി അവസാനത്തെ വാക്കല്ല. പ്രതിസന്ധി മറികടക്കാനുള്ള ഊർജം സമ്പാദിക്കണം. പ്രിയപ്പെട്ടവരെ, ഇന്ന് ഒരുപാട് കുഞ്ഞുങ്ങൾ അബദ്ധങ്ങളിൽ പെടുന്നുണ്ട്, പ്രേമബന്ധങ്ങളിൽ കുരുങ്ങിയിട്ട്. കുഞ്ഞുങ്ങൾക്കറിയില്ല ഇതിൻ്റെ വരും വരായികകളൊന്നും. ഒരു പ്രത്യേക പ്രായത്തിൽ മനസ്സിന് തോന്നുന്നതായ പ്രത്യേക താല്പര്യത്തിൽ ഏതെങ്കിലും ഒരാളോട് തോന്നുന്ന ഇഷ്ടം, ആ ഇഷ്ടത്തിൻ്റെ പിന്നിൽ എന്തെങ്കിലും ഒരു കുഞ്ഞു കാരണമേ കാണുകയുള്ളൂ. വിവേകത്തോടെ തോന്നിയ ഒരു ഇഷ്ടമല്ലത്. വരും വരായിക പരിശോധിച്ചിട്ട് തോന്നിയ ഒരു ഇഷ്ടമല്ലത്. ഒരാളുടെ ഏതെങ്കിലും ഭാവങ്ങളോ ചിരിയോ സംസാര രീതിയോ പെരുമാറ്റ രീതിയോ മൂക്കിൻ്റെ രൂപമോ കണ്ണിൻ്റെ രൂപമോ അതുമല്ലെങ്കിൽ അയാളുടെ ആകാരവടിവോ അതുമല്ലെങ്കിൽ ചിത്രം വരയ്ക്കുന്നത് കൊണ്ടോ പാട്ട് പാടുന്നത് കൊണ്ടോ ഒരാളോട് തോന്നുന്ന ഒരാരാധന, അത് പിന്നെ പ്രണയമായി ഉള്ളിൽ വളരുകയാണ്. ഒരു നിശ്ചിത ഘട്ടം കഴിയുമ്പോഴാണ് ഒരു പക്ഷേ മറ്റേയാൾ അറിയുന്നത്. അയാൾ പറയുന്നു, എനിക്കിതിനൊന്നും താല്പര്യമില്ല. പിന്നെ നിരാശയായി, ആകുലചിന്തയായി, ആകെ ആശങ്കയായി, ഇനി ജീവിച്ചിട്ട് കാര്യമില്ല, ഞാനൊരാളെ പ്രണയിച്ചു, അയാൾ എന്നെ നിഷേധിച്ചു, ഇനി ഞാൻ ജീവിക്കുന്നില്ല, ചത്തുകളയാമെന്നൊക്കെ ഒരു കുട്ടിയുടെ ഉള്ളിൽ തോന്നിയാൽ ആ ചിന്ത ആരാ കൊടുക്കുന്നത്? പിശാചിനിടം കൊടുക്കരുത് എന്ന് അപ്പോസ്തലൻ പറഞ്ഞതിൻ്റെ മർമ്മം അവിടെയാണ്. പിന്നെ രണ്ടുപേരങ്ങ് ഇഷ്ടപ്പെട്ടു, ഒരുപാട് സ്നേഹിച്ചു, ഒരുപാട് കൂടെ നടന്നു, ഒരുപാട് ഐസ്ക്രീം തിന്നു, ഒരുപാട് ചായ കുടിച്ചു, ഒരുപാട് ഇടങ്ങളിൽ ഒരുമിച്ച് സഞ്ചരിച്ചു, ഒരുമിച്ച് ജീവിച്ചു. ഒരു ദിവസം ഒരാൾ മറ്റേയാളോട് പറഞ്ഞു, എനിക്ക് നിന്നെ ഇഷ്ടമല്ല, നിൻ്റെ ബിഹേവിയർ കൊള്ളുകയില്ല, അതുകൊണ്ട് നിനക്ക് നിൻ്റെ വഴി, എനിക്ക് എൻ്റെ വഴി. അപ്പോൾ പിശാചിനിടം കൊടുക്കത്തക്ക നിരാശയിലേക്ക് സ്വയം വീഴുകയാണ്. പിന്നെ രണ്ടുപേർ പ്രണയിച്ചു തുടങ്ങിയപ്പോൾ ഭയങ്കര രസമായിരുന്നു. ഒരു മാസം കഴിഞ്ഞപ്പോഴാണ് ഒരാൾ മറ്റേയാളെ വരച്ച വരയിൽ നിർത്താൻ തുടങ്ങിയത്. ഇടത്തോട് തിരിയരുത്, വലത്തോട് തിരിയരുത്, ആ ആളെ നോക്കരുത്, ഈ ആളോട് മിണ്ടരുത്, നീ എന്തിനാണ് അവളെ ഫോൺ വിളിച്ചത്, നീ എന്തിനാണ് ഇത് നോക്കാൻ പോയത്, നീ എന്തിനാണ് അവരോട് സംസാരിച്ചത്, ഇങ്ങനെ നിരന്തരം മാർക്ക് ചെയ്ത് പിന്നാലെ നടക്കുമ്പോൾ ഒരു കാര്യം അസഹ്യതയായി മാറുകയാണ്. എന്നാ വേണ്ട, നമുക്ക് ഈ ബന്ധം പിരിയാം, നിന്നെ ഞാൻ കൊല്ലും, നീ ഇല്ലാതെ എനിക്ക് ജീവിക്കാൻ വയ്യ. പ്രിയപ്പെട്ടവരെ, യഥാർത്ഥ പ്രണയത്തിൽ ഈ വക ബന്ധനങ്ങളൊന്നും കാണുകയില്ല. ഇന്ന് ഒരുപാട് കുഞ്ഞുങ്ങൾ ഊരാ കൊടുക്കില്ല. എന്ത് കണ്ടിട്ടാണ് പ്രണയിച്ചതെന്നറിയില്ല. ഇടത്തോട്ടും വലത്തോട്ടും തിരിയാൻ അനുവദിക്കാതെ ആൺകുട്ടിയോ പെൺകുട്ടിയോ നിരന്തരം ഒരു എന്താ പറയുക, ഇങ്ങനെ പോലീസിൻ്റെ പണി രഹസ്യ പോലീസിനേക്കാൾ മനോഹരമായി ചെയ്തുകൊണ്ടിരിക്കുക. എന്നാൽ പിന്നെ ജീവിക്കേണ്ട, ചത്തുകളയാമെന്ന ചിന്ത പല കുഞ്ഞുങ്ങളുടെയും ഉള്ളിൽ വന്നിട്ടുണ്ട്. ഇതിനൊന്നും ഇടവരില്ലായിരുന്നല്ലോ. മാതാപിതാക്കൾ വരച്ച വഴിയിലൂടെ, ദൈവം വരച്ച വഴിയിലൂടെ നേർക്ക് നേരെ തന്നെ ചുമതല നോക്കി പഠിക്കാൻ പോകുന്ന കുഞ്ഞുങ്ങൾ പഠിച്ചങ്ങ് ജീവിച്ചെങ്കിൽ പിന്നെ ഈ പ്രശ്നം വരില്ലല്ലോ. പിശാചിനിടം കൊടുക്കരുത്, അതാണ് പ്രധാനമായി പറഞ്ഞത്. അവനോ അലറുന്ന സിംഹം പോലെ ആരെ വിഴുങ്ങണ്ടു എന്ന് ഭാവിച്ച് ചുറ്റിത്തിരിയുകയാണ്. പ്രതിസന്ധികൾ ജീവിതത്തിൽ വരും. ആകുലതകളെല്ലാം അവൻ്റെ മേൽ വയ്ക്കുക, ഭാരങ്ങളെല്ലാം അവൻ്റെ മേൽ വയ്ക്കുക, നിൻ്റെ ചുമടുകളെല്ലാം കർത്താവിൻ്റെ മേൽ വയ്ക്കുക. മനസ്സിനെ തണുപ്പിക്കുക, ശാന്തമാവുക. ഭാരമൊഴിഞ്ഞവരെ പോലെ ശാന്തമാവുക. മനസ്സിനെ തണുപ്പിക്കുക, ശാന്തമാവുക. ഉണർന്നിരിക്കുക, ജാഗ്രതപ്പെട്ടിരിക്കുക. അതെ, ഉണർന്നിരിക്കുക, ജാഗ്രതപ്പെട്ടിരിക്കുക. ശത്രു നിൻ്റെ മേൽ കണ്ണുവയ്ക്കുന്നുണ്ട്. അവൻ നിന്നെയാണ് ടാർഗറ്റ് ചെയ്യുന്നത്. പിടികൊടുക്കരുത്, ഇടം കൊടുക്കരുത്. സൂക്ഷിക്കുക, ജാഗ്രതപ്പെട്ടിരിക്കുക. ഏത് പ്രതിസന്ധിയിലും ദൈവമുഖത്തേക്ക് നോക്കുക. ഏത് കഷ്ടതയിലും ദൈവമുഖത്തേക്ക് നോക്കുക. എത്ര വലിയ പ്രതിസന്ധി ജീവിതത്തിലുണ്ടെങ്കിലും ദൈവമുഖത്തേക്ക് നോക്കുക. ആകുലപ്പെടരുത്, എല്ലാം അവിടെ ഏൽപ്പിക്കുക. പ്രിയപ്പെട്ടവരെ, അവനിൽ ഭാരങ്ങൾ അർപ്പിക്കുക, അവൻ്റെ ചുമലിൽ ഭാരങ്ങൾ ഇറക്കി വയ്ക്കുക. ഇരുകരവും നീട്ടി കർത്താവ് നിൽക്കുന്നു. ഞാൻ നിൻ്റെ ഭാരം വഹിക്കുന്ന ദൈവമാണ്. കഷ്ടപ്പാടുകളും ദുരിതങ്ങളും എനിക്ക് മാത്രമല്ല എല്ലാ ദൈവമക്കൾക്കുമുള്ളതാണ് എന്ന് തിരിച്ചറിയുക.
ഇന്ന് പലരും സ്വന്തം കാര്യം മാത്രമേ കാണുന്നുള്ളൂ. എല്ലാ കാര്യത്തിലും സ്വാർത്ഥരാണ്. അതുകൊണ്ടാണ് കഷ്ടത വരുമ്പോഴും ഇതെനിക്ക് മാത്രമേ ഉള്ളൂ എന്ന് ചിന്തിക്കുന്നത്. അങ്ങനെ ചിന്തിക്കുന്ന ആളുകൾ മെഡിക്കൽ കോളേജിലെ ക്യാൻസർ വാർഡിലേക്കോ അതുമല്ലെങ്കിൽ ഗവൺമെൻറ് ആശുപത്രിയിൽ ജനറൽ വാർഡിലേക്കോ ഒക്കെ ചെല്ല്. അപ്പോഴവിടെ കാണാം കഷ്ടപ്പെടുന്ന മനുഷ്യരെന്തോരമുണ്ടെന്ന്, അവരുടെ കഷ്ടത എത്ര ഭയാനകമാണെന്ന്. അവരുടെ അരികിൽ ഇരിക്കുക, അവരോട് കുറേ നേരം സംസാരിക്കുക, അവരുടെ യഥാർത്ഥ ജീവിതാനുഭവമൊക്കെ ചോദിച്ചറിയുക. അപ്പോൾ വലിയ ആശ്വാസത്തോടെ ആശുപത്രിയിൽ നിന്ന് പോകാൻ പറ്റും. എനിക്ക് കഷ്ടമേ ഇല്ല എന്ന് പറയാനും പറ്റും. ഇതൊക്കെ നമ്മുടെ സ്വയം ചികിത്സയുടെ ഭാഗമാണ് പ്രിയപ്പെട്ടവരെ. അതുകൊണ്ട് അപ്പോസ്തലനായ പത്രോസ് പറയുന്നത് നമുക്ക് ജീവിതത്തിൽ ഏറ്റെടുക്കാം. അവൻ നിങ്ങൾക്കായി കരുതുന്നതാകയാൽ നിങ്ങൾ സർവ്വ ചിന്താകുലങ്ങളും അവൻ്റെ മേൽ വയ്ക്കുക. ഇനി ആശങ്കപ്പെടരുത്, ദൈവം സൗഖ്യമാക്കും. പ്രാർത്ഥിക്കാം. സ്നേഹവാനായ ദൈവമേ, വാഴ്ത്തപ്പെട്ട കർത്താവേ, അനുഗ്രഹീതമായ നല്ല സമയത്തിനായി നന്ദിയോടെ സ്തോത്രം. പാദപീഠത്തിൽ വിളിച്ചിരുത്തി നിൻ്റെ മക്കളെ സന്ദർശിച്ചിട്ട് വ്യക്തതയോടെ ഞങ്ങളോട് അവിടുന്ന് സംസാരിച്ച വാക്കുകൾ ഞങ്ങളെ വല്ലാതെ ധൈര്യപ്പെടുത്തുന്നുണ്ട്. ഒത്തിരി ബലം ഞങ്ങൾക്ക് പകരുന്നുണ്ട്. ഞങ്ങളുടെ ഭാരം ഏറ്റെടുക്കുന്ന സർവശക്തനായ ദൈവമേ, ഈ ഭാരങ്ങളെല്ലാം അവിടുത്തെ കരത്തിൽ വെച്ച് സുരക്ഷിതരായി മടങ്ങിപ്പോകുവാൻ ഞങ്ങളെ സഹായിക്കണം. ഒന്നിനെക്കുറിച്ചും ആശങ്കപ്പെടാതെ എല്ലാ ഭാരവും അങ്ങിൽ വെച്ചിട്ട് സ്വസ്ഥതയോടെ ജീവിക്കാൻ ഞങ്ങൾ ആഗ്രഹിക്കുന്നു. അതിന് ഞങ്ങളെ ബലപ്പെടുത്തണം. ഈ കേൾപ്പിച്ച സന്ദേശം ഞങ്ങളുടെ ജീവിതത്തിൽ യാഥാർത്ഥ്യമായിട്ട് ആകുലചിന്തകളില്ലാതെ പ്രത്യാശയിൽ നിറഞ്ഞ് വലിയ പുഞ്ചിരിയോടെ ജീവിപ്പാൻ ഞങ്ങളെ സഹായിക്കണം. പ്രാർത്ഥന കേട്ടതുകൊണ്ട് സ്തോത്രം. ഞങ്ങളങ്ങേക്കും ഞങ്ങളുടെ പിതാവിനും പരിശുദ്ധാത്മാവിനും സ്തുതിയും സ്തോത്രവും സമർപ്പിക്കുന്നു, ഇപ്പോഴും എപ്പോഴും എന്നേക്കും തന്നെ. ആമേൻ.